ഞാൻ പറയുകയാണെങ്കിൽ 95ന്റെ മേടിക്കരുത്. കോട്ട് സെറ്റില് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. സെൽഫ് ഡിസൈനും കൂടി ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഇത് കോട്ട് സെറ്റ് 95 റുപ്പീസ് തൊട്ട് ഇവിടുന്ന് അങ്ങോട്ട് കുർത്തീസ് അങ്ങോട്ട് തുടങ്ങൂട്ടോ. ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോണത് മൊത്തം ഇതുപോലത്തെ 3 പീസ് 2 പീസ് സിംഗിൾ പീസിന്റെ കുർത്തീസ് ആണ്. അപ്പൊ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന കളക്ഷൻസ് അത് നമുക്ക് അകത്ത് പോയിട്ട് പറയില്ല. എന്തായാലും കോട്ടന്റെ ആണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇതാ ഇവിടുന്ന് പറയും. എന്താണ്? നമസ്കാരം. അങ്ങനെ പറയാൻ പാടില്ല, നമ്മുടെ ഫാമിലിയില് നിങ്ങളെല്ലാം പറഞ്ഞ നമസ്കാരം ആദ്യം. ശരി, സമ്മതിച്ചു, എനിക്ക് തെറ്റ് പറ്റി. എന്തായാലും ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് എന്താണ്? റെഡിമെയ്ഡ് കുർത്തീസ് കാണിച്ചു തരാം. റെഡിമെയ്ഡ് കുർത്തീസ്. അപ്പൊ 2 പീസ് 3 പീസ് മൂന്നും കാണിച്ചു. അപ്പൊ അത് എവിടെ ഇരിക്കണേ? ഏത് കൗണ്ടറിലാണ്? ലാസ്റ്റ് സെക്ഷനില്. ആ അറ്റം വരയ്ക്ക് പോകണം. ആ അറ്റം വരെ പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു റെഡിമെയ്ഡിന്റെ കളക്ഷൻസ്. അപ്പൊ ഇതുപോലെ വെറൈറ്റീസ് നമുക്ക് റെഡിമെയ്ഡിന്റെ ഉണ്ട്, അതുപോലെ തന്നെ ഗൗൺ ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട് കളക്ഷൻസ്. അപ്പൊ റെഡിമെയ്ഡിനെ നോക്കുകയാണെങ്കിൽ അതായത് ഇവിടെയും കോട്ട് സെറ്റ്, ഇതൊക്കെ കോട്ട് സെറ്റ് അല്ലേ? കോട്ടൺ. ഇത് കോട്ടൺ, ഇത് കോട്ട് സെറ്റ്, ഇത് കോട്ട് സെറ്റ്, ഇത് കോട്ടൺ. അത് ഹാൻഡ് വർക്ക് വരുന്നത്. ഇത് പാകിസ്ഥാനി സ്റ്റൈലില്, ഇത് ഹാൻഡ് വർക്കില്, ഇത് കോട്ട് സെറ്റില്. നീ കോട്ടണില് വേണോ, പ്രിന്റഡില് വേണോ, അങ്ങനെ വെറൈറ്റീസ്. അപ്പൊ അതിന്റെ ഫുൾ കളക്ഷൻസ് ഒക്കെ അതെ ഇതിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിലാണെങ്കിൽ ഫുൾ നമുക്ക് റെഡിമെയ്ഡിന്റെ കളക്ഷൻസ്. അപ്പൊ ഇവിടുന്നാണ് ശരിക്കും സ്റ്റാർട്ടിംഗ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ മാഡം. 1 പീസ് 2 പീസ് 3 പീസ് കോട്ട് സെറ്റ് 4 ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും? 95 റുപ്പീസ് തൊട്ട് ഇവിടുന്ന് അങ്ങോട്ട് കുർത്തീസ് അങ്ങോട്ട് തുടങ്ങൂട്ടോ. അപ്പൊ 95 റുപ്പീസ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. റേഞ്ച് കൂടി കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവും. എന്തായാലും ഇത് നമ്മുടെ റെഡിമെയ്ഡിന്റെ ഒരു സെക്ഷനാണ് വരുന്നത്. കാണുന്നത് ഇത്രയും സാമ്പിൾസ്, അപ്പുറത്തുനിന്ന് സാമ്പിൾസ് കാണുന്നുണ്ട്. ഓക്കെ, ആ സൈഡിലും സാമ്പിൾസ് കാണുന്നുണ്ട്, അപ്പുറത്തെ സൈഡിലും സാമ്പിൾസ്. 5000 മോള് സാമ്പിൾസ് ഉണ്ട് ഇവിടെ. എത്ര? 5000 5000 5000 ആണെന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെ ഇവിടെയാണ് പഠിച്ചതും വലുതായതൊക്കെ എല്ലാതും ഇവിടെയാണ്. സൂറത്താണ്. അപ്പൊ മലയാളം എങ്ങനെ കറക്റ്റ് ആയിട്ട് എത്ര പറഞ്ഞത്? അച്ഛനമ്മക്ക് വീട്ടില് പറയത്തില്ലേ, ഞങ്ങൾ വീട്ടിലേക്ക് എന്തിനാ സംസാരിക്കുന്നത്, പിന്നെ ഇവിടെ വന്നാൽ ഞാൻ കസ്റ്റമറുടെ കൂടെ സംസാരിക്കാൻ സ്റ്റാർട്ട് ആക്കി. അങ്ങനെയാണ് മലയാളം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയതല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഈ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയും കളക്ഷൻസ് ഉണ്ട്. നമുക്കപ്പോ കുറച്ച് കളക്ഷൻസ് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലോ? കാണിച്ചു തരാം. യെസ്. അപ്പൊ ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് കസ്റ്റമർ ഇരിക്കുന്ന പോലെ അവിടെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സാധാരണ സെയിൽസ്മാൻ എങ്ങനെയാണ് കാണിക്കുന്നത് അതുപോലെ നമുക്ക് അനൂപ് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ കളക്ഷൻസ് നോക്കാം നമുക്ക്. ഇതാ കസ്റ്റമർ അവിടെ ഇങ്ങനെ ഇരിക്കും, നമ്മളിങ്ങനെ ഓരോന്ന് ഇട്ട് സാധാരണ വീഡിയോ കോൾ ആയാലും അങ്ങനെ തന്നെയാ ചെയ്യാല്ലേ? യെസ് മാഡം. ഇതുപോലെ തന്നെ സെയിം ടു സെയിം. ഓക്കെ. ഇനി ഇത് 1 പീസ് വിത്ത് ലൈനിങ്സ്. ലൈനിങ്ങിലാണ് വരുന്നത്. അപ്പൊ 1 പീസിന് 85 ആണ്, 65 95 ആണ് സ്റ്റാർട്ടിങ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ 95ന്റെ മേടിക്കരുത്, നമ്മൾ സ്വയം യൂസ് ചെയ്യുന്നില്ല, പിന്നെ എന്തിനാ 95ന്റെ മേടിക്കുന്നത്? അപ്പൊ 100ന്റെ മുകളിലാവുമ്പോ പിന്നെയും ഇത്തിരി ക്വാളിറ്റി ഉണ്ടാവും. ഇല്ല മാഡം, ഇച്ചിരി കസ്റ്റമർക്ക് എന്റെ പോലെ കസ്റ്റമർ വരത്തില്ല 95 100 രൂപയുടെ ഇച്ചിരി ഉണ്ടെങ്കിൽ തരാൻ. ആ കസ്റ്റമർ നമ്മുടെ ഷോപ്പിലേക്ക് കയറിയാൽ നമ്മുടെ പയ്യെ കൊണ്ടുപോകണം, എന്തെങ്കിലും മേടിച്ചോണ്ട് പോകണം. അതിന്റെ വേണ്ടി അത് നമ്മുടെ ബൈക്കിന്റെ സ്റ്റാർട്ടിംഗ് ഗിയർ, ഫസ്റ്റ് ഗിയർ 95 റുപ്പീസ്, പിന്നെ സെക്കൻഡ് ഗിയർ 2 പീസ് 250 വരും, പിന്നെ തേർഡ് ഗിയർ. അതുപോലെ ബിസിനസ്സും അതുപോലെ. അപ്പൊ എന്തായാലും ഇതൊക്കെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ നേരിട്ട് വന്നെടുക്കാം. അപ്പൊ എന്തായാലും നമ്മൾ തുടങ്ങി കഴിഞ്ഞു. ഇവിടെ അംഗം വെട്ട് സിംഗിൾ കുർത്തീസില്, ഇത് കോട്ടണില് വേണോ, അങ്ങനെ സെൽഫ് ഡിസൈനിൽ വേണോ, ഇതൊരു ക്രഷ് ടൈപ്പ് അല്ല, ക്രഷിലാണ് വരുന്നത്. ഇത് ഫുൾ പ്രിന്റഡ് ആട്ടോ ഓവറോൾ വരുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് മീഡിയം ലാർജ് XL XXL അങ്ങനെ തന്നെ സെറ്റ് എടുക്കേണ്ടത്. കട്ടിയുണ്ട്, ലൈനിങ്ങിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മുടെ കേരള കസ്റ്റമർ ലൈനിങ് മേടിക്കത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ലൈനിങ് ഇടാൻ സ്റ്റാർട്ട് ആക്കി. ഓക്കെ. പിന്നെ ഇതൊരു സെൽഫ് ഡിസൈനും കൂടി ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ വർക്ക് എംബ്രോയിഡറിയുടെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇതിൽ കളർ ചാർട്ട് സൈസസ് ആയിട്ടും സെയിം ഇതിൽ സൈസസ് ആയിട്ട് വരുന്നതാണ്. ഇത് കോട്ടണില് അനാർക്കലി സ്റ്റൈലില് ലോങ് ആയിട്ട് കുറച്ച് ഗൗൺ ആയിട്ട്, ലോങ് മീൻസ് ഗൗൺ ടൈപ്പ് ആയിട്ടാണ്. ഇതിൽ വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ഇത് തന്നെ ധാരാളം അല്ലേ? അതെ മാഡം. ഓക്കെ. കോട്ട് സെറ്റ് നോക്കൂ. യെസ്. കോട്ട് സെറ്റില് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. ഫുൾ ത്രെഡ് വർക്ക് ആണ് കേട്ടോ. അപ്പൊ ഇതിലെ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. കോട്ട് സെറ്റിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഡയറക്റ്റ് വരുമ്പോൾ നമുക്ക് ഇത് മാത്രമല്ല, ഇതിനേക്കാൾ അപ്പുറത്തേക്കുള്ള നല്ല നല്ല കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അത് കോട്ട് സെറ്റ് ഇപ്പൊ ഇതാണെങ്കിൽ കോട്ടൺ ആണ്, ഇതാണ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ഷൈനിങ് മെറ്റീരിയൽ അല്ലേ? ഇത് കണ്ടു, ഇത് ഫുൾ ഇങ്ങനെ വർക്ക് വരുന്നത്, ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇതിന്റെ പാന്റ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. പാന്റ് പറയാൻ പറ്റില്ല, ധോത്തി ടൈപ്പ്. ഇതാണ് ഇപ്പോഴത്തെ കോട്ട് സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ് പോണത്. അപ്പൊ ഈ ഒരു കോട്ട് സെറ്റ് മോഡലും വരുന്നുണ്ട്. പിന്നെ ഇത് 2 പീസ് സ്റ്റാർട്ട് ചെയ്തു. 2 പീസ് വരുമ്പോ എത്രയാണ് നമുക്ക് റേറ്റ് വരുന്നത്?
200 180 തൊട്ട് സ്റ്റാർട്ട് ആവും. ഓക്കെ. ആ ഒരു റേഞ്ചിൽ തൊട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കയറി എത്ര റേറ്റിന്റെ വേണമെങ്കിലും ഇവിടെ ഉണ്ടെന്ന്. എല്ലാ റേറ്റിലും ഉണ്ട്. റേറ്റിന്റെ ഉണ്ട്. പിന്നെ ഇത് കോട്ട് സെറ്റ്. നമ്മൾ നേരത്തെ പുറത്ത് ഒരു യെല്ലോ ഏതോ ഒരു കളർ കണ്ടു. യെല്ലോ കണ്ട്. ഇത് മെഹന്തി കളർ കോട്ട് സെറ്റിൽ വരുന്നതാണ് കേട്ടോ. ഇത് 2 പീസിന്റെ കളക്ഷൻ ആണ്. ഇത് കോട്ടൺ. ഇത് കോട്ടൺ ആണെങ്കിൽ ഇതും കോട്ടൺ തന്നെയാണ്. കോട്ടൺ തന്നെയാണ്. വൺ സൈഡ് ആ പോക്കറ്റ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക്, ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതും കോട്ടൺ ആണ്. ത്രെഡ് വർക്ക് 3 പീസിന്റെ ഒരു കളക്ഷൻ. ഓർഗൻസിൽ ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിൽ. അപ്പൊ ഏതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ലൈവ് ആയിട്ട് ഇനി 3 പീസ് സ്റ്റാർട്ട് ചെയ്തു. കളർ അടിപൊളി. വീഡിയോ കോളാണ് അവിടെ നടന്നിട്ടുണ്ട് അല്ലേ? ഇത് ഓർഗൻസയുടെ സോൾ വിത്ത് ബോട്ടം. ഇത് ഓർഗൻസയുടെ ഷോൾ, ഇത് ടോപ്പ്, ഇത് ബോട്ടം. അപ്പൊ 3 പീസ് നമുക്ക് റേഞ്ച് വരുന്നത് എത്രയാ? 3 പീസ് നമ്മുടെ അടുത്ത് 250 240 അങ്ങനെ സ്റ്റാർട്ടിംഗ് റേഞ്ച്. പിന്നെ നമ്മൾ മലയാളികൾ വിളിക്കുമ്പോൾ അനൂപിനെയാണ് വിളിക്കേണ്ടത്. വിളിക്കുമ്പോൾ മലയാളത്തിൽ സംസാരിക്കാൻ. ഇപ്പൊ നിങ്ങൾക്ക് ഹിന്ദി അറിയണമെങ്കിൽ ഓക്കെ, നമുക്ക് ഇവിടെ ഏത് സ്റ്റാഫ് ആണെങ്കിലും. അല്ലാണ്ടുള്ള ഭാഷകൾ അറിയാച്ചാൽ അതിന് ഓരോരോ ലാംഗ്വേജിനും ഓരോരുത്തരും ഇവിടെ ഉണ്ടാവും അല്ലെ? തമിഴ് മലയാളം രണ്ടും ഞാൻ നോക്കുന്നുണ്ട്. തമിഴും പറയോ? തമിഴല്ലേ? അപ്പൊ തമിഴില് 2 വാക്ക് പറഞ്ഞേ. എല്ലാരും സൗഖ്യമാ? അതാണ്. ഓക്കെ. പിന്നെ എല്ലാരോടും ഇവിടുത്തെ കളക്ഷൻസിനെ കുറിച്ച് പറഞ്ഞു തമിഴില്. തമിഴില് പറയണം. തമിഴില് ഞാൻ കേക്കട്ടെ ഒന്ന്. என்ன பாருங்க சார், காட்டன்ல இருக்கு எல்லா ஐட்டம்ஸ். இதுல எல்லா ஜெரி ஒர்க் இல்ல ஹேண்ட் ஒர்க் ஐட்டம் எல்லாமே இருக்கு. இதுல டோட்டலா இருக்கு. கீழே இருந்து மேல வரைக்கும் கீழே லேஸ் ஒர்க்கும் இருக்கு. அதுக்கு மேட்சிங்ல பாட்டம் இருக்கு. அதுக்கு மேட்சிங்ல ദുപ്പട്ടാവും ഇருக்கு. ഓക്കെ. ഇതാണ് ഫ്ലയർ. അതാണ് ഫ്ലയർ മക്കളെ. എന്തായാലും പറഞ്ഞത് തമിഴാണ്. എന്തായാലും തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്ത് ലാംഗ്വേജ് വേണേലും ഇവിടെ അവൈലബിൾ ആണ്. ഇതൊരു കോട്ടണിൽ തന്നെയാണ്. ഇത് ഇപ്പോഴത്തെ ട്രെൻഡി ആണ് കേട്ടോ. ഈ ഒരു പിൻടെക്സിൽ ഇങ്ങനെ ഒരു ഫ്ലീറ്റ് ടൈപ്പ് ആയിട്ടുള്ള പോകുന്ന ഒരു ഐറ്റം. യെസ്, മൽമൽ കോട്ടന്റെ ആ ഒരു ദുപ്പട്ട സ്റ്റൈലില് ഇങ്ങനെയാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെയും ഇത് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വൈറ്റിലെ ആ ഒരു കളർ ഷെയ്ഡ് സൂപ്പർ ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകും. ഇത് ഇപ്പൊ നോക്കി ഇങ്ങനെ പറയാം. പക്ഷെ ഇവര് ഒരു പീസ് ആയിട്ട് തരില്ല. ഞാൻ ഈ ബാക്കി സൈസ് ഒക്കെ എവിടേക്ക് കൊണ്ടുപോയിട്ടു. വേണ്ടെന്ന് പറഞ്ഞാലും പ്രോബ്ലം, കൊണ്ടുപോകുന്ന പറഞ്ഞാലും പ്രോബ്ലം. പക്ഷെ ലാർജ് സൈസ് എനിക്ക് വേണ്ട. ഒരു പീസ് ആയിട്ട് തരൂല്ലല്ലോ. ടൈലർ ഉണ്ട്, ഞാൻ സ്റ്റിച്ച് ചെയ്ത് അല്ലാതെ ലാർജിലേക്ക് ആക്കി തരാന്നേ. 4 പീസ് മൊത്തം എടുത്തോളൂ. അത് മൊത്തം ലാർജിലേക്ക് ആക്കിട്ട് ഓൾട്ടർ ചെയ്ത് തരാന്ന്. നടക്കട്ടെ. എന്തായാലും ഷോപ്പുകാർക്കുള്ള ഇവിടെ ഒരു പീസ് ആയിട്ട് ഇവിടെ കൊടുക്കില്ല കേട്ടോ. ഇത് പക്ക ഹോൾസെയിൽ ആണ്. സിംഗിൾ പീസിന് വേണ്ടി പ്ലീസ് ഫോൺ ചെയ്യരുത്. അത് പറഞ്ഞ മലയാളത്തിലെ സിംഗിൾ പീസിലെ ഡീൽ ചെയ്യത്തില്ല. ഞങ്ങൾ സെറ്റ് ടു സെറ്റ് തരത്തുള്ളൂ. ഓൺലി ബൾക്ക് ഓർഡർ ബിസിനസ് പർപ്പസ് ആയിട്ട് കൊടുക്കത്തുള്ളൂ. അതിനു വേണ്ടി മാത്രം എന്ന് വെച്ചാൽ സെയിൽ പർപ്പസിന് ഡയറക്റ്റ് യൂസേഴ്സിന് അലൗഡ് അല്ല ഇവിടെ. പിന്നെ ഇവിടെ നേരിട്ട് നമുക്ക് സൂറത്തിലേക്ക് വരാം. സൂറത്തിലേക്ക് വരുമ്പോൾ പിക്കപ്പ് ഡ്രോപ്പിന്റെ ഓപ്ഷൻ ഉണ്ട്. പിക്കപ്പ് ഡ്രോപ്പിനൊക്കെ പൈസ തരണ ഇല്ല, 1 രൂപ പോലും തരരുത്. ഫ്രീ സർവീസ്. ഫ്രീ സർവീസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഹോട്ടൽ റൂംസ് അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും നമ്മുടെ ആള്. പക്ഷെ ഹോട്ടലിന്റെ പൈസ കൊടുത്തോളൂ കേട്ടോ. പിന്നെ ഇവിടെ വന്ന് മാഡം വേറെ പേഴ്സണൽ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ഉണ്ട് ഞാൻ. അടിപൊളിയാണല്ലോ. അപ്പൊ പേഴ്സണൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 10,000 രൂപയ്ക്ക് കടം ചോദിച്ചോ? കടം മേടിച്ചോ മീൻസ് അവർക്ക് വല്ല പൈസക്ക് അത്യാവശ്യം വന്ന പോലെ 10,000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് ലോൺ പോലെ കടം പോലെ ചോദിക്കുന്നു. ലോൺ പോലെ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ വന്ന് ഏതെങ്കിലും പ്രോബ്ലം വന്ന് അർജന്റ് ആയിട്ട് വേണമെങ്കിൽ അത് ഞാൻ ചെയ്തു തരാം. പൈസ കടം ചോദിക്കണ്ടാന്ന്, ബാക്കി എന്ത് വേണേലും സഹായം ചെയ്തുതരാ. പൈസ ചോദിച്ചിട്ടുള്ള കളി വേണ്ട അല്ലേ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പൈസയുടെ പ്രോബ്ലം വന്നാലും തരാം. അത് പറഞ്ഞു. ഞാൻ പേഴ്സണൽ പറഞ്ഞു, ഇവിടെ ഓഫീസിലെ കാര്യം പറഞ്ഞിട്ടില്ല. ഇത് പേഴ്സണൽ കാര്യമാണ്. ഇതും ഈ ബിസിനസ് ആയിട്ട് കൂട്ടി കുഴക്കരുത്. അത് നിങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ കാര്യങ്ങൾ. ഇതും ഇഷിത ഹൗസും തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ. അപ്പൊ ഇതിന് വർക്കിനെ കുറിച്ച് പറയാം. നമുക്ക് എന്തായാലും വർക്ക് നോക്കുകയാണെങ്കിൽ ഒരു 4 ലെയർ ആയിട്ട് 3 ലെയർ ആയിട്ടുള്ള ടയർ ആയിട്ടുള്ള ഫുൾ യോക്കിൽ ഇതുപോലെ വർക്ക്. അതുപോലെ തന്നെ ഇതൊരു തലോണ. അതെ, തലോണി. ഇതൊരു 2 തലോണി ഉണ്ട്. ഒരു വലിയ തലോണി, ഒരു കുട്ടി തലോണി പോരെ. ഇനി ഇതിന്റെ 3 പീസിന്റെ ഒരു കളക്ഷനാണ് വരുന്നത് കേട്ടോ. അപ്പൊ റേറ്റ് വൈസ് അറിയണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, വിളിച്ചോ. അപ്പൊ ഞാൻ വീണ്ടും ഇതന്നെ പറയണത്, നിങ്ങൾ നേരിട്ട് വന്നെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു ടിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എപ്പോഴും എടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ സെലക്ട് ചെയ്തു അത് വീഡിയോ റെക്കോർഡ് ആക്കി വെക്കാൻ. എന്തിനും ഏതിനും ഒരു പ്രൂഫ് നമുക്ക് നല്ലതാ അല്ലേ? അല്ല, എന്തിനും ഏതിനും നമ്മളിപ്പോ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്താലും നമ്മൾ എന്തൊക്കെ സെലക്ട് ചെയ്തു അതൊന്ന് നമ്മൾ ഒന്നില്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പാക്കിംഗ് സമയത്ത് അപ്പോഴും വീഡിയോ റെക്കോർഡ് ഓൺ ആക്കി വെക്കുക. പിന്നെ ഇവിടെ ക്യാമറാസ് ഉണ്ട്.
പിന്നെ നമ്മളെ കയ്യിലേക്ക് എത്തുമ്പോഴും എഡിറ്റ് ചെയ്യാത്തുള്ള വീഡിയോ റെക്കോർഡ് ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സേഫ് ആണ്, പ്രൂഫാണ്. അപ്പൊ ഇനി ഇത് ഇവിടുത്തെ കാര്യം മാത്രമല്ല, മൊത്തം സൂറത്തിലത്തെ കാര്യം എവിടെ പോയാലും ഇത് ചെയ്യണം എന്ന് നിർബന്ധമാണ് കേട്ടോ. ഇനി ഇത് 3 പീസിന്റെ ഒരു കളക്ഷൻ തന്നെ, ദുപ്പട്ട ഡിജിറ്റല് ഒരു ഷിമ്മർ ടൈപ്പ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ വർക്ക് നോക്കുകയാണെങ്കിൽ ഇതില് എന്താ ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത്. വർക്ക് നോക്കാന്ന് പറഞ്ഞാൽ ഇന്ന് തീരൂല, കുറെ ഉണ്ട് കാണിക്കാനായിട്ട്. കഫ്താൻ ഇതൊക്കെ എടുക്കണം. നിങ്ങൾ കൊണ്ടുപോകണം, നിങ്ങൾ ആങ്കർ ഇല്ലേ? ആങ്കർമാരൊക്കെ കഫ്താൻ ഇടണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ട്, ഇഷ്ടംപോലെ ഇവിടെ ട്രെൻഡിങ് അതാ. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അറിയത്തില്ല, ഇവിടെയൊക്കെ ആങ്കർമാർ ഇതായിട്ട് നമ്മുടെ അവിടെയും ഇതൊക്കെ ട്രെൻഡൊക്കെ തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇതെന്തായാലും കഫ്താനാണ്, ലൂസ് ഫിറ്റിംഗ് ആണ്. പക്ഷെ തടിയുള്ളവർക്കാണെങ്കിൽ ഇത് അടിപൊളിയാണ്. ഷേപ്പ് ഒന്നും വേണ്ട നോക്കുമ്പോൾ. ഞാൻ എടുത്തില്ല തടിയുള്ളെന്ന് പറഞ്ഞ എന്തെങ്കിലും ഇട്ടാ അത് ട്രെൻഡ് ആയി പോകും. അങ്ങനെയാണല്ലേ? ഓക്കെ. അപ്പൊ ഇതും കഫ്താനിൽ ഇട്ടോ ട്രെൻഡിൽ. ഇത് മിറർ വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് ഫുൾ ഓവറോൾ വരുന്ന ഒരു കളക്ഷൻ. ഇതില് കൗടിയൊക്കെ ഉണ്ട് കേട്ടാ. വേറെ എടുക്കണോ? ആദ്യം ഇത് തുണി ഇടണം, പിന്നെ തുണിയിലെ പ്രോബ്ലം വന്നാ പിന്നെ ഇത് എടുത്ത് നമ്മൾ കുഞ്ഞുമാർക്ക് കൊടുക്കാം. ഇത് കളിക്കാനായിട്ട് ആദ്യം തുണി മേടിക്കാം. തുണി ഇട്ട് കഴിഞ്ഞിട്ട് അത് നാശമായി കഴിയുമ്പോ അത് എടുത്തിട്ട് പൊട്ടിച്ചിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാൻ കൊടുക്കുക. അതാണ് ഉദ്ദേശിച്ചത്. ഇത് 3 പീസിന്റെ ഒരു കളക്ഷൻ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതും ഓർഗൻസ ലൈനിങ്ങിന്റെ അടക്കം വരുന്നതാണ്. പിന്നെ ഇതിന്റെ വർക്കാണ് അല്ലേ? ത്രെഡ് വർക്ക്, എംബോസ് വർക്ക് അങ്ങനെ. അടിയിലും വർക്ക് ഉണ്ട് അല്ലേ? ഞാൻ മുകളിൽ മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ ഫുള്ള് ഓവറോൾ വർക്ക് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും സൂപ്പർ. ഇതില് അതെ ഇവിടെയും എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും വർക്ക് വൈസ് സൂപ്പറാണ്. കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് സൂറത്തിൽ വരാൻ നമുക്ക് പേടിയാണ്. കാരണം അന്യരാജ്യമാണ്, എങ്ങനെയാണ്, സേഫ് ആണോ? ഇതുപോലെ ഞാനൊരു കടയിൽ പോയപ്പോഴേ ഒരു ഫാമിലിനെ കിട്ടി. അപ്പൊ ആ പെൺകുട്ടി ഇതുപോലെ നമ്മള് ഫസ്റ്റ് ടൈമിന്റെ മാഡം ഞങ്ങൾ വിചാരിച്ചു സൂറത്തിൽ വരുമ്പോ പെണ്ണുങ്ങൾക്ക് വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, സേഫ് അല്ല അങ്ങനെയൊക്കെ. അങ്ങനെ നോക്കിയാ സൂറത്ത് സേഫ് ആവത്തില്ല, അടിപൊളിയാണ്. സൂറത്ത് ശരിക്കും പെണ്ണുങ്ങൾക്ക് സേഫ്. നമ്മുടെ നാട്ടിൽ സിംഗിൾ ലേഡീസ് പറഞ്ഞുണ്ട്, ഫ്രണ്ട്സും പറഞ്ഞുണ്ട്, 2 ലേഡീസും പറഞ്ഞുണ്ട്. ഇന്ന് രാവിലെ 2 തമിഴ്നാട്ടിലെ കസ്റ്റമർ കേരളയുടെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ്മാർ 2 പേര് കൂടി പഠിക്കുന്ന കസ്റ്റമർ, നമുക്ക് കസ്റ്റമറാ, അവർ ഫ്രണ്ടാ. ഓൺലി ലേഡീസ് രണ്ടാന്ന് വെച്ചാൽ പെണ്ണുങ്ങൾക്കായാലും ഇവിടെ സേഫ് ആണ്. കുറെ പേര് എനിക്കും മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ആ പെണ്ണും എന്ന് വെച്ചാൽ അവര് ഫാമിലി ആയിട്ടാണ്, അവര് ഭർത്താവും കുട്ടികളും അമ്മയും അച്ഛനും എല്ലാവരും ആയിട്ട് വന്നത്. അവര് പർച്ചേസിങ്ങിന് വേണ്ടി പേടിച്ചിട്ടാണ്. എന്തിനു പേടിക്കണം? ഇത് സൂറത്താണ്. ഇവിടെ പെണ്ണുങ്ങൾക്ക് ധൈര്യമായിട്ട് നടക്കാം. പിന്നെ നമ്മുടെ കാര്യം കഴിഞ്ഞാൽ നമ്മൾ റൂമിലേക്ക് കയറി ഇരിക്കുക, അത്രേ വേണ്ടു. രാത്രി ആയാലും പകലായാലും ഇവിടെ ഒക്കെ നമ്മൾ റോട്ടിൽ കൂടെ നടക്കാം. നമ്മളൊന്നും ആരും പിടിക്കാനൊന്നും വരില്ല. സൂറത്തിലെ സത്യം, സൂറത്തിലെ ഇവിടെ രാത്രി 12 മണിക്കും റോഡിൽ നടന്നാലും ആരും ഒന്നും പറയാൻ. പിന്നെ നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ ഏരിയ, അതുപോലെ തന്നെ റിംഗ് റോഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആൾക്കാരുണ്ടാവും, എപ്പോഴും തിരക്കുണ്ടാവും. ആൾക്കാരുണ്ടാവും. പാതിരിക്കായാലും നല്ല തിരക്കുള്ളത്. നിങ്ങൾ 1 മണിക്ക് രാത്രി വന്നാലും 2 മണിക്ക് രാത്രി ആ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തൊന്നും വന്നത് പകല് പോലെ തന്നെയാണ് രാത്രി, ഒരു മാറ്റമില്ല. അപ്പം സേഫാണ്. ആൾക്കാരും ഉണ്ട്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇപ്പൊ ഈ കളക്ഷൻ കൂടി കാണിക്കാം നമുക്ക്. ഇത് ടെസൽസോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ. അതെ. അപ്പൊ ഇതിന്റെ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് പീസ് കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇപ്പുറത്തെ വന്ന് നോക്കാന്ന് വെച്ചാൽ ക്യാമറ അല്ല ഉദ്ദേശിക്കുന്നത്, ഞങ്ങളുടെ കസ്റ്റമർ വന്ന് നോക്കാനായിട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊക്കെ കണ്ടില്ലേ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കസ്റ്റമറിനെ ഇങ്ങനെ തന്നെ ആദ്യം നിങ്ങൾ കാണിച്ചു തരും, പിന്നെ ലാസ്റ്റ് നിങ്ങൾ ഇറങ്ങി ഒരു പ്രാവശ്യം നോക്കിയോ എവിടെ എങ്ങനെ എടുക്കണം എന്നുള്ളത്. ഫുൾ കളക്ഷൻസ് ആണ്. ഇപ്പൊ ഇതിന്റെ ഉള്ളിലായാലും ഇവിടെ ആയാലും നിറയെ കളക്ഷൻസ്. അപ്പൊ ആ സൈഡ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കോട്ട് സെറ്റിന്റെ കളക്ഷൻസ് ആണ് ആ ഒരു ഫുൾ സെക്ഷൻ വരുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ആ അറ്റം വരെ പോവാണെങ്കിൽ ഇതൊക്കെ തന്നെയുള്ളൂ. അതെ, 2 സൈഡും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ എല്ലാം കാണിക്കാൻ നമുക്ക് പോസിബിൾ അല്ല. അപ്പൊ നേരിട്ട് വരാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇഷ്ടം പോലെ ഇതൊക്കെ വീഡിയോ കോളിൽ ചെയ്യുമ്പോഴേക്കും തന്നെ ഒരു ആഴ്ച പിടിക്കും. അപ്പൊ അന്നേരം നിങ്ങൾ നേരിട്ട് വരാൻ നല്ലത്. അപ്പൊ നമ്മള് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ സൂറത്തിലാണ്. സൂറത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് വിളിക്കാം. അപ്പൊ ഇതിനേക്കാളും മുന്നേ ഒന്നുകൂടി വിളിച്ചിട്ട് പറഞ്ഞിട്ട് വരാണെങ്കിൽ നമ്മൾ എത്ര മണിക്ക് ഇറങ്ങണം ആ സമയം നോക്കിയിട്ട് അവർക്ക് നമ്മുടെ കമ്പാർട്ട്മെന്റിന്റെ മുന്നിൽ ഇവരുണ്ടാവും അല്ലേ? പിന്നെ ഭക്ഷണം തൊട്ട് എല്ലാ കാര്യങ്ങള് സ്റ്റേ എല്ലാം ഇവര് നോക്കിക്കോളും. ആ കാര്യത്തിന് ഒരു ടെൻഷൻ വേണ്ട. പക്ഷെ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളുടെ പൈസയാണ്, നിങ്ങളുടെ ഷോപ്പാണ്. നിങ്ങൾ നേരിട്ട് വരുമ്പോ ഒന്നുകൂടി നോക്കിയും കണ്ടൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻ. കുറെ കസ്റ്റമർ ഈ ടിക്കറ്റ് ഒക്കെ അയച്ച് ടിക്കറ്റ് ഒക്കെ അയച്ച് ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട്.
സാർ ഞങ്ങൾ നിങ്ങളുടെ വണ്ടിയിലേക്ക് വന്ന പിന്നെ നിർബന്ധമുണ്ടോ മേടിക്കാൻ അങ്ങനെയൊക്കെ. അതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ വാ നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മേടിച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. നിർബന്ധമില്ല. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല സൂരജ്. പണ്ടൊക്കെ ഇത് പറയുമ്പോ നമ്മളിങ്ങനെ പറഞ്ഞിങ്ങനെ ഇടിപ്പിക്കില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവർക്കും അറിവ് വെച്ചു, എല്ലാവരും നല്ല വെൽ ബിസിനസ് ഗേൾ അല്ലെങ്കിൽ ബിസിനസ് വുമൺ, ബിസിനസ് മാൻ ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. ഇതൊക്കെയാണ് കളക്ഷൻസ് കേട്ടോ. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.